ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന കോഓപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷകളിൽ കോഓപ്പറേഷനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സബ്ജക്റ്റാണ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 10-12 മൊഡ്യൂളുകളായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ടോപ്പിക്ക് അവതരിപ്പിക്കുകയാണ്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ഈ സബ്ജക്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ബാങ്കിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാൻ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇൻട്രൊഡക്ഷനാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ബാങ്ക്, എന്താണ് ബാങ്കിംഗ്, അതിന്റെ ബാങ്കിംഗ് സ്ട്രക്ചറുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് ഞാൻ ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ് ബാങ്ക് എന്ന് ചോദിച്ചാൽ, ദ വേർഡ് ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ് ബാങ്കോ വിച്ച് മീൻസ് എ ബെഞ്ച്. ബെഞ്ചിന് അർത്ഥം വരുന്ന ഇറ്റാലിയൻ വേർഡായ ബാങ്കോ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഇന്നത്തെ മോഡേൺ ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിംഗ് മണി. ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പബ്ലിക്കിന്റെ കയ്യിലിരിക്കുന്ന ഡെപ്പോസിറ്റിന് അക്സെപ്റ്റ് ചെയ്യുകയും അതേ ഡെപ്പോസിറ്റ് തന്നെ പബ്ലിക്കിന് ലെൻഡ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര് ബാങ്ക് എന്നാണ്. ഇവിടെ ബാങ്ക് ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ബാങ്കിന് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കിനൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പൊ ബാങ്കിന്റെ പ്രോഫിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പം ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. എന്നാൽ ഇതേ എമൗണ്ട് പബ്ലിക്കിന് ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഹൈ റേറ്റ് ആണ്. So the difference between the lending rate and the borrowing rate is the profit of the business. ആ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ലെൻഡിംഗ് റേറ്റും ബോറോയിങ് റേറ്റും തങ്ങളുടെ വ്യത്യാസത്തെ വിളിക്കുന്ന പേര് ബാങ്കിന്റെ പ്രോഫിറ്റ് എന്നാണ്. അങ്ങനെയുള്ള ഈ ബാങ്ക്, ഇന്നത്തെ മോഡേൺ ബാങ്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 3 പേരാണ്. ദ ആൻസസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്കിങ് ആർ മർച്ചന്റ് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത്. ഇവർ 3 പേരായിരുന്നു ഇന്നത്തെ ബാങ്ക് വരുന്നതിന് മുമ്പുള്ള പൂർവികന്മാര് എന്ന് പറയുന്ന. മർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ട്, മണി ലെൻഡേഴ്സ് ഉണ്ട്, ഗോൾഡ് സ്മിത്ത് ഉണ്ട്. ഇത് നമ്മൾ ഈ ടോപ്പിക്കിൽ ഈ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബാങ്കിങ് സ്ട്രക്ചർ എന്താണെന്ന്. ബാങ്കിങ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ദർ ആർ മെയിൻലി 6 ടൈപ്പ് ഓഫ് ബാങ്കിങ്. 6 ടൈപ്പ് ബാങ്കിങ് ആണ് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ടോപ്പിക്കിൽ. അത് ഏതൊക്കെയാണ് ഈ 6 ടൈപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ബാങ്കിങ്. ഒന്നാമത്തെ കേസ് യൂണിറ്റ് ബാങ്കിങ്. നമ്പർ 2 ബ്രാഞ്ച് ബാങ്കിങ്. നമ്പർ 3 ഗ്രൂപ്പ് ബാങ്കിങ്. നമ്പർ 4 ചെയിൻ ബാങ്കിങ്. നമ്പർ 5 കറസ്പോണ്ടന്റ് ബാങ്കിങ്. ആൻഡ് നമ്പർ 6 മിക്സഡ് ബാങ്കിങ്. ഇങ്ങനെ പറയുന്ന 6 ബാങ്കിങ് ആണ് സ്ട്രക്ചർ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്ന ബാങ്കിങ് സ്ട്രക്ചർ. നമുക്ക് ഓരോന്നിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായും റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതില് നമ്പർ 1 യൂണിറ്റ് ബാങ്കിങ്. എന്താണ് ഈ യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ഇറ്റ്സ് നെയിം. പേരിൽ തന്നെ വളരെ വ്യക്തമാണ് യൂണിറ്റ് ബാങ്കിങ് എന്താണെന്ന് ചോദിച്ചാൽ. യൂണിറ്റ് ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് ദ ഓപ്പറേഷൻസ് ആർ കൺഫൈൻഡ് ഇൻ എ സിംഗിൾ ഓഫീസ് സിറ്റുവേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ പ്ലേസ്. യൂണിറ്റ് ബാങ്കിങ്ങിന്റെ പ്രത്യേകത അതാണ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്ങിന്റെ ഒരു സിസ്റ്റമാണ്. അതിന്റെ എൻറ്റയർ ഓപ്പറേഷൻസ് കൺഫൈൻ ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ഓഫീസിലാണ്. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ഒതുങ്ങി നിൽക്കുന്നത് ഒരു സിംഗിൾ ഓഫീസിലാണ്. അതൊരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് ബാങ്കിങ് എന്നാണ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് വിളിക്കാം. അപ്പൊ യൂണിറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ കാൾഡ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബാങ്ക് ഒറിജിനേറ്റ് ചെയ്തത് അമേരിക്കയിലാണ്. അപ്പൊ ഇതിന്റെ ജന്മ സ്ഥലം എന്ന് പറയുന്നത് USA ആണ്. അപ്പൊ യൂണിറ്റ് ബാങ്കിങ് മനസ്സിലായി നമുക്ക്. അതൊരു സിസ്റ്റം ഓഫ് ബാങ്കിങ് ആണ്. അതിന്റെ ഓപ്പറേഷൻസ് ഒതുങ്ങി നിൽക്കുന്നത് ഒരു സിംഗിൾ ഓഫീസിലാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് ബാങ്കിങ് എന്നാണ്. അപ്പൊ ഒരു ബാങ്കിങ് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ബാങ്കിങ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റമാണ്. എന്താണ് ഈ ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്? ബ്രാഞ്ച് ബാങ്കിങ് ഈസ് എ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് one bank carries on its business through a network of branches spread all over the country. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന? ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ഒരു രാജ്യത്ത് പല ബ്രാഞ്ചുകളിലൂടെയാണ്. അപ്പോൾ ഒരു ബാങ്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മൊത്തമായി ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ പല സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചുകളിലൂടെയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റം എന്നാണ്. ഈ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലും ബ്രിട്ടനും ഒക്കെ പോപ്പുലർ ആണ്.
അപ്പൊ ഇന്ത്യയിലും അതുപോലെ തന്നെ ബ്രിട്ടനിലൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ബാങ്കിംഗ് സിസ്റ്റമാണ് ബ്രാഞ്ച് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ക്യാരീസ് ഓൺ ഇറ്റ്സ് ബിസിനസ് ത്രൂ എ നെറ്റ്വർക്ക് ബ്രാഞ്ചസ് സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി. രാജ്യത്ത് മൊത്തം വ്യാപിച്ചു കിടക്കുന്ന പല പല ബ്രാഞ്ചുകളിലൂടെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിംഗ് സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ബ്രാഞ്ച് ബാങ്കിംഗ് സിസ്റ്റം എന്നാണ്. അതാണ് രണ്ടാമത്തെ ബാങ്കിംഗ് സിസ്റ്റം. ഇനി ഗ്രൂപ്പ് ബാങ്കിംഗ്, മൂന്നാമത്തെ ബാങ്കിംഗ് സിസ്റ്റമാണ് ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റം. എന്താണ് ഈ ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? See, under this banking system, 2 or more separately incorporated banks are brought under the control of a holding company. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കേസാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 or 3 സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സ് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റം. അതുകൊണ്ട് നമുക്ക് പറയാം, അണ്ടർ ദിസ് ബാങ്കിംഗ് സിസ്റ്റം 2 or more separately incorporated banks are brought under the control of a holding company. So this is also known as the holding company banking. അതുകൊണ്ട് നമുക്ക് ഹോൾഡിംഗ് കമ്പനി ബാങ്കിംഗ് എന്ന് പറയാം. 2 അതിലധികം സെപ്പറേറ്റ് ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അതിന്റെ കൺട്രോളിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റം എന്നാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഹോൾഡിംഗ് കമ്പനി ബാങ്കിംഗ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ബാങ്കിംഗ് സംവിധാനം എന്ന് പറയുന്നത്. അപ്പം യൂണിറ്റ് ബാങ്കിംഗ് സിസ്റ്റമായി, ബ്രാഞ്ച് ബാങ്കിംഗ് സിസ്റ്റമായി, ഇപ്പം നമ്മള് ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റമായി. ഇനി നാലാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് ചെയിൻ ബാങ്കിംഗ് ആണ്. ചെയിൻ ബാങ്കിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചെയിൻ ബാങ്കിംഗ് ഈസ് ഡെവലപ്ഡ് ഫോർ ദ ഇന്റർ കണക്ഷൻസ് ഓഫ് വേരിയസ് യൂണിറ്റ് ബാങ്ക്സ്. യൂണിറ്റ് ബാങ്ക് എന്താണെന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ യൂണിറ്റ് ബാങ്കിന്റെ ഇന്റർ കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചെയിൻ ബാങ്കിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അണ്ടർ ദിസ് സിസ്റ്റം 2 or more incorporated banks come under a single management. ഇവിടെ 2 അതിലധികം ബാങ്കുകളെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു സിംഗിൾ മാനേജ്മെന്റ് കീഴിൽ കൊണ്ടുവരുന്നതിനെ വിളിക്കുന്ന പേരാണ് ചെയിൻ ബാങ്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂണിറ്റ് ബാങ്കിനെ ഇന്റർ കണക്ട് ചെയ്ത, അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സിംഗിൾ മാനേജ്മെന്റ് കീഴിലേക്ക് കൊണ്ടുവരുന്ന ബാങ്കിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേര് ചെയിൻ ബാങ്കിംഗ് സിസ്റ്റം എന്നാണ്. ഇത് സാധാരണ കണ്ടുവരുന്നത് USA-യിലാണ്. USA-യിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്റ് ബാങ്കിങ്ങും അതുപോലെ തന്നെ ചെയിൻ ബാങ്കിങ്ങും USA-യിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ 4 ബാങ്കുകളെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് ധാരണയായി. യൂണിറ്റ് ബാങ്കിംഗ് സിസ്റ്റം, ബ്രാഞ്ച് ബാങ്കിംഗ് സിസ്റ്റം, ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റം, ദെൻ ചെയിൻ ബാങ്കിംഗ് സിസ്റ്റം. ഇനി 5ാമത്തെ ബാങ്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കറസ്പോണ്ടന്റ് ബാങ്കിംഗ് ആണ്. എന്താണ് ഈ കറസ്പോണ്ടന്റ് ബാങ്കിംഗ് എന്ന് പറയുന്നത്? Unit banks are linked with bigger banks by a system is called correspondent banking system. ഇവിടെ എന്താ പറയുന്ന? യൂണിറ്റ് ബാങ്ക്സിനെ ലിങ്ക് ചെയ്തിട്ട് ഒരു വലിയ ബാങ്കിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കറസ്പോണ്ടന്റ് ബാങ്കിംഗ് എന്നാണ്. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗർ ബാങ്ക്സ് ബൈ എ സിസ്റ്റം കാൾഡ് കറസ്പോണ്ടന്റ് ബാങ്ക്. ഇതിന് എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ യൂണിറ്റ് ബാങ്കുകളെയും ഇവിടെ ലിങ്ക് ചെയ്തേക്കുന്ന, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ലിങ്ക് ചെയ്തേക്കുന്ന ഒരു ബിഗ് ബാങ്കിന്റെ കൂടെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കറസ്പോണ്ടന്റ് ബാങ്കിംഗ് എന്നാണ്. ഇതാണ് കറസ്പോണ്ടന്റ് ബാങ്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ബാങ്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന മിക്സഡ് ബാങ്കിംഗ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു സിസ്റ്റമാണ് മിക്സഡ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ മിക്സഡ് ബാങ്കിംഗ് എന്ന് പറയുന്നത്? ഇൻ മിക്സഡ് ബാങ്കിംഗ് ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊമോട്ട് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് എ കൺട്രി ആൻഡ് കം ഫോർവേഡ് ടു പ്രൊവൈഡ് ദ ഇനിഷ്യൽ ക്യാപിറ്റൽ ടു ദി ന്യൂലി സ്റ്റാർട്ടഡ് സൊസൈറ്റീസ്. സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നോർമൽ ബാങ്കിംഗ് ബിസിനസ് ആണ്. അത് കൂടാതെ തന്നെ ഇത് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ന്യൂലി സ്റ്റാർട്ടഡ് ആയിട്ടുള്ള സൊസൈറ്റികൾക്ക് അതിന്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷനെ കൂടെ മൊബിലൈസ് ചെയ്യുന്ന ബാങ്കിംഗ് സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിക്സഡ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. സോ ദ കൊമേഴ്ഷ്യൽ ബാങ്കിംഗ് വിച്ച് പ്രൊമോട്ട് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് കാൾഡ് മിക്സഡ് ബാങ്കിംഗ് സിസ്റ്റം. ഇതാണ് മിക്സഡ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബാങ്കിംഗ് സിസ്റ്റത്തിനകത്ത്, ബാങ്കിംഗ് സ്ട്രക്ചറിനകത്ത് നമ്മൾ 6 ബാങ്ക് പറഞ്ഞു. ഒരു ബാങ്കിംഗ് സംവിധാനം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഓപ്പറേഷൻസും ഒരു സിംഗിൾ ഓഫീസിൽ ഒതുങ്ങി നിന്നാൽ അത് യൂണിറ്റ് ബാങ്കിംഗ് സിസ്റ്റം. ഒരു ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്താകമാനമുള്ള ബ്രാഞ്ചുകളിലൂടെയാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ബ്രാഞ്ച് ബാങ്കിംഗ് സിസ്റ്റം. അതോടൊപ്പം തന്നെ 2 അതിലധികം സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്കുകൾ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നാൽ അത് ഗ്രൂപ്പ് ബാങ്കിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഇവിടെ വേരിയസ് യൂണിറ്റ് ബാങ്ക്സിനെ ഇന്റർ കണക്ട് ചെയ്യുന്നു, അതൊരു സിംഗിൾ മാനേജ്മെന്റ് കീഴിലേക്ക് കൊണ്ടുവരുന്നു, അത് ചെയിൻ ബാങ്കിംഗ് സിസ്റ്റം. ഇവിടെ യൂണിറ്റ് ബാങ്കുകൾ ലിങ്ക് ചെയ്തതിനു ശേഷം അതൊരു ബിഗർ ബാങ്കിന്റെ കീഴിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ കറസ്പോണ്ടന്റ് ബാങ്കിംഗ് സിസ്റ്റം.
എന്നാൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിംഗ് സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് മിക്സഡ് ബാങ്കിംഗ് സിസ്റ്റം എന്നാണ്. ഇതാണ് നമ്മൾ ഇനീഷ്യലായിട്ട് പഠിക്കുന്ന ബാങ്കിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാങ്ക് എന്താണെന്ന് മനസ്സിലായി, ബാങ്കിംഗ് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലായി. ഒപ്പം തന്നെ ബാങ്കിംഗ് സ്ട്രക്ചറിൽ 6 ബാങ്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി. യൂണിറ്റ് ബാങ്കിംഗ്, ബ്രാഞ്ച് ബാങ്കിംഗ്, ഗ്രൂപ്പ് ബാങ്കിംഗ്, ചെയിൻ ബാങ്കിംഗ്, ദെൻ കറസ്പോണ്ടന്റ് ബാങ്കിംഗ്, മിക്സഡ് ബാങ്കിംഗ്. അപ്പൊ